മുസ്ലിം ലീഗിന്റെ സംസ്ഥാന അധ്യക്ഷനെ കുറിച്ച് പറഞ്ഞത് പെട്ടെന്നൊരു ദേഷ്യം കൊണ്ട് പറഞ്ഞതല്ല. മുസ്ലിം ലീഗ് എന്ന രാഷ്ട്രീയ പാർട്ടിയിലേക്ക് പോലും അതിന്റെ സംസ്ഥാന പ്രസിഡന്റിന്റെ തലച്ചോറിലേക്ക് പോലും മൗദൂദിസം കുത്തി നിറക്കപ്പെടുന്നുണ്ട്. വേഷം മാറി വന്ന മൗദൂദിമാർ നയിക്കുന്ന പ്രസ്ഥാനമായി നമ്മുടെ നാടിനകത്ത് മുസ്ലിം ലീഗും അവരുടെ നേതാക്കന്മാരും അവരെ പിന്തുണക്കുന്ന പല സംഘടനകളും മാറിയിട്ടുണ്ട്. കേരളത്തിൽ സുന്നി വേഷധാരികളായ മൗദൂദിമാരുണ്ട്. കേരളത്തിൽ BJPയെ സഹായിക്കുകയാണ് ഇടതുപക്ഷമെന്ന് പറയാൻ കുമ്പക്കുടി സുധാകരനും VD സതീശനും നാവ് പൊക്കുന്നതിന് മുമ്പ് നിങ്ങൾ നിങ്ങളുടെ ചരിത്രം നോക്കണം. കോൺഗ്രസിന്റെ ലീഗിന്റെ ചരിത്രം, പാണക്കാട് തങ്ങൾമാരുടെ ചരിത്രത്തിൽ ശിഹാബ് തങ്ങളുടെ കാലത്ത്, അദ്ദേഹത്തിന്റെ അനിയന്മാരുടെ കാലത്ത് ഒന്നുമില്ലാത്തത് ഇപ്പോഴത്തെ തങ്ങളുടെ കാലത്തുണ്ടാകുന്നു. അതാണ് ഇവിടെ ഇരിക്കുന്ന എല്ലാവർക്കും ഒരുപക്ഷെ ഞാൻ ഈ പറയുന്നത് മനസ്സിലാവണം എന്നില്ല. എന്നാലും പറയുന്നു, മുസ്ലിം ലീഗിന്റെ നേതൃത്വത്തിൽ പാണക്കാട് കേന്ദ്രമായി ഒരു പുതിയ സംവിധാനം വരുന്നുണ്ട്. ആ സംവിധാനത്തിന്റെ പേരാണ് ഖാലി ഹൗസ്. എന്താണ് ഖാലി ഹൗസ്? മുസ്ലിം ലീഗിന് അവരുടെ അധികാരം സമ്പൂർണമായും നഷ്ടപ്പെടുകയാണ്. അവർക്കിനി പിടിച്ചു നിൽക്കണമെങ്കിൽ പാണക്കാട് തങ്ങളാണ് ഏറ്റവും വലിയ തമ്പുരാൻ എന്ന് വരുത്തി തീർക്കണം. ഞങ്ങൾക്ക് ഈ നാടിനോട് പറയാനുള്ളത്, പാണക്കാട് കൊടപ്പനക്കൽ തറവാട്ടിലെ ഏതെങ്കിലും ഒരാളെ ചൂണ്ടിയിട്ട് ഇദ്ദേഹമാണ് കേരളത്തിലെ എല്ലാത്തിനുമുള്ള ഉത്തരം എന്ന് പറഞ്ഞാൽ അതിന് ഈ നാടിന്റെ ചരിത്രം നിങ്ങൾ നോക്കണം. പ്രിയപ്പെട്ടവരെ, കേരളത്തിലെ കാളിമാർ, ആ കാളിമാർക്ക് അതിന്റേതായ പാരമ്പര്യമുണ്ടാവണം. എന്നാൽ ഇന്ന് ലീഗ് ഉണ്ടാക്കുന്ന പാണക്കാട് ഖാലി ഹൗസ് ലീഗിന്റെ കൊടപ്പനക്കൽ തറവാട് കേന്ദ്രീകരിച്ച രാഷ്ട്രീയ ഹൗസാണ്. ബാബരിപ്പള്ളി തച്ച് തകർത്തത് സംഘപരിവാരമാണ്. ബാബരിപ്പള്ളി തകർത്ത സ്ഥലത്ത് രാമക്ഷേത്രം നിർമ്മിക്കുമ്പോ ഇന്ത്യയിലെ മുഴുവൻ ദേശീയ പാർട്ടികൾക്കും ഒരു കത്ത് കിട്ടി. രാമക്ഷേത്രത്തിന്റെ ഉദ്ഘാടന ചടങ്ങിന് സ്വാഗതം എന്ന് പറഞ്ഞുകൊണ്ട് ആ കത്ത് ഇന്ത്യൻ മതനിരപേക്ഷതയുടെ ഏറ്റവും ഉജ്ജ്വലനായ കാവൽക്കാരൻ സഖാവ് സീതാറാം യെച്ചൂരിയുടെ മേശപ്പുറത്തുമെത്തി. നമ്മുടെ പാർട്ടിയുടെ അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി ആയിരുന്ന സഖാവ് സീതാറാം അതിനൊരു മറുപടി കത്തെഴുതി. ഞങ്ങൾ ഈ രാജ്യത്തെവിടെയെങ്കിലും ഒരു രാമവിശ്വാസി, ഒരു രാമഭക്തൻ രാമക്ഷേത്രം പണിതാൽ അതിനെതിരല്ല. ഈ നാടിനകത്ത് എവിടെയെങ്കിലും ഒരു രാമക്ഷേത്രം നിർമ്മിക്കുന്നതിന് കമ്മ്യൂണിസ്റ്റ് പാർട്ടി എതിരല്ല. എന്നാൽ ഇന്ത്യയിലെ ന്യൂനപക്ഷ സമുദായം കാലങ്ങളായി ആരാധന നടത്തിയ രാജ്യത്തെ ഒരു ചരിത്ര സൗധമായ ബാബരി തച്ചു തകർത്ത് അവിടെ രാമക്ഷേത്രം നിർമ്മിക്കുമ്പോ ഞങ്ങൾ അതിനെതിരാണ്. അത് ഇന്ത്യൻ മതനിരപേക്ഷതയെ തകർക്കലാണ് എന്ന് പറയാൻ കമ്മ്യൂണിസ്റ്റുകാർ മടി കാണിച്ചില്ല. എന്നാൽ അതേസമയം നമ്മുടെ നാട്ടിലെ മുസ്ലിം ലീഗ്, ഇവിടെ ലീഗ് പറയുന്നു ഞങ്ങളാണ് സമുദായ പ്രേമികൾ, ഞങ്ങളാണ് സമുദായത്തെ സംരക്ഷിക്കുന്നവർ. എന്നെ കേൾക്കുന്ന ഏതെങ്കിലും ഒരു ലീഗുകാരൻ സുഹൃത്ത് ഇവിടെ എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ നെഞ്ചത്ത് കൈവച്ച് സ്നേഹത്തോടെ, വെല്ലുവിളിയല്ല പ്രിയ ലീഗ് കൂട്ടുകാരാ, സ്നേഹത്തോടെ ചോദിക്കട്ടെ, നിങ്ങൾ ജന്മഭൂമി വായിക്കൂ. RSSന്റെ BJPയുടെ കേരളത്തിലെ മുഖപത്രമാണ് ജന്മഭൂമി. ആ ജന്മഭൂമി പത്രം നമ്മുടെ പാർട്ടിയുടെ ലോക്കൽ സെക്രട്ടറി, ബ്രാഞ്ച് സെക്രട്ടറി മുതൽ അഖിലേന്ത്യാ സെക്രട്ടറി വരെയുള്ള ഏതെങ്കിലും ഒരു നേതാവിന്റെ, ജീവിച്ചിരിക്കുന്നവരോ മരിച്ചവരോ ആയ ഏതെങ്കിലും ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടി നേതാവിന്റെ പേര് പറഞ്ഞുകൊണ്ട് അടിപൊളിയാണ്, അഭിനന്ദനം, ഉഷാറാണ്, പ്രശംസിക്കുന്നു, ഒരു വാക്ക് ഞാൻ പറയുന്നത് ക്ലിയർ ആകുമെന്ന് വിചാരിക്കുന്നു. വെറുതെ പ്രസംഗം മാത്രം കേട്ടാ പോരാ. ജന്മഭൂമി പത്രത്തിന്റെ എഡിറ്റോറിയൽ പേജിൽ ഏതെങ്കിലും ഒരു CPM നേതാവിനെ, നമ്മളൊക്കെ പോട്ടെ, നമ്മളെ ലോക്കൽ സെക്രട്ടറി, അഖിലേന്ത്യാ സെക്രട്ടറി, ബ്രാഞ്ച് സെക്രട്ടറിമാർ, നിങ്ങളിൽ പാർട്ടി മെമ്പറായ നമ്മളെ ആരുടെയെങ്കിലും പേര് ആ പേരെടുത്ത് എഴുതിയിട്ട് ഈ ആള് പ്രശംസനാർഹമായ നിലപാടാണ് സ്വീകരിച്ചത് എന്നൊരു വരി ജന്മഭൂമി ഉണ്ടായത് മുതൽ ഇന്നത്തെ ജന്മഭൂമി വരെയുള്ള ഏതെങ്കിലും ഒരു പത്രത്തിൽ പ്രിയപ്പെട്ട ലീഗുകാരാ നിങ്ങൾക്ക് കാണിച്ചു തരാൻ കഴിയുമോ? എന്നാൽ ഞങ്ങൾ കാണിക്കാം. ഇന്ന് വേണമെങ്കിൽ ഇപ്പൊ കാണിക്കാം. എന്റെ ഫോണിലുണ്ട്. 2024 ബാബരിപ്പള്ളി പൊളിച്ച സ്ഥലത്ത് രാമക്ഷേത്രം നിർമ്മിക്കപ്പെടുമ്പോ പിറ്റേ ദിവസത്തെ ജന്മഭൂമി പത്രം ഒരു എഡിറ്റോറിയൽ എഴുതി. 2 ദിവസം കഴിഞ്ഞിട്ടുള്ള എഡിറ്റോറിയൽ. ആ എഡിറ്റോറിയലിൽ ഒരു പാർട്ടിയുടെ പേരെടുത്ത് പ്രശംസിച്ചു, ഒരു പാർട്ടിയുടെ നേതാവിന്റെ പേര് പറഞ്ഞ് അഭിനന്ദിച്ചു. ആ പാർട്ടിയുടെ നേതാവിന്റെ പേര് പാണക്കാട് കൊടപ്പനക്കൽ തറവാട്ടിലെ ഇപ്പോഴത്തെ തങ്ങളുടെ പേരാ. ആ പാർട്ടിയുടെ പേര് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് എന്ന. ബാബരിപ്പള്ളി പൊളിച്ച സ്ഥലത്ത് രാമക്ഷേത്രം നിർമ്മിക്കപ്പെടുമ്പോ ആ രാമക്ഷേത്രത്തെ ഇന്ത്യയിലെ ഭൂരിപക്ഷത്തിന്റെ ആവശ്യമെന്ന നിലയിൽ ഞങ്ങൾ
പറയുന്നു, ഞങ്ങൾ തർക്കിക്കാരില്ല എന്നൊക്കെ പറഞ്ഞ് ഞങ്ങൾ ഇതൊക്കെ മറക്കുകയാണ് എന്ന് പറഞ്ഞ ബാബരി പള്ളി പൊളിച്ചേണ്ടവർ കലാപുണ്ടാക്കണം എന്നല്ല നമ്മൾ പറയുന്നത്. പക്ഷേ സംഘപരിവാരത്തെ നമ്മൾ അങ്ങനെ മറക്കാൻ കഴിയില്ല. കാരണം ഇതൊരു പള്ളിയല്ല, ഒരമ്പലമല്ല, ഒരാരാധനാലയമല്ല. അവർ ഇനിയും നോട്ടമിട്ട എത്രയോ സ്ഥലങ്ങളുണ്ട്. അവിടൊക്കെ അവര് പോകും. അതുകൊണ്ടാ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇതിനെ എതിർത്തത്. അപ്പോഴാ ലീഗ് BJP RSSനെ പ്രശംസിച്ചത്. അതുകൊണ്ടാ RSSന്റെ മുഖപത്രം BJPക്കാർ തങ്ങളെ പ്രശംസിച്ച് കുറിപ്പെഴുതിയത്. എന്നിട്ടിവരാണ് നമ്മുടെ നാട്ടിൽ വന്നിട്ട് പറയുന്നത്, സഖാക്കളെ നിങ്ങൾ പോരാ. ഇന്ന് കേരളം അനുഭവിക്കുന്ന മതനിരപേക്ഷതയുണ്ടല്ലോ, ഇന്ന് കേരളം അനുഭവിക്കുന്ന ഒരുമയുണ്ടല്ലോ, ഇന്ന് കേരളം സാധ്യമാക്കുന്ന ജനാധിപത്യ മൂല്യങ്ങളുണ്ടല്ലോ, അത് സാധ്യമാവാൻ നമുക്ക് മുകളിൽ ഈ വെയിലേൽക്കാൻ ഈ ചെമ്പതാകെ ഇങ്ങനെ ഉയർന്നു പാറിയത് കൊണ്ടാണ് നമുക്ക് തണല് കിട്ടുന്നത്. നമുക്ക് മുകളിലെ ഈ ചെമ്പതാകയുടെ തണലിലാണ് പ്രിയപ്പെട്ടവരെ നാം ജീവിക്കുന്നത്. ഈ ചുകപ്പിന്റെ കരുത്ത് അവിടെ നിന്ന് മാഞ്ഞുപോയാൽ ചുട്ടുപൊള്ളുന്ന വെയിൽ എന്റെയും നിങ്ങളുടെയും തലയിൽ, നമ്മുടെ ഉച്ചിയിൽ നമുക്ക് നമ്മൾ തളർന്നു വീഴും പോലെ നമ്മുടെ തലയിലേക്കേൽക്കും. അത് സംഭവിക്കാതിരിക്കണമെങ്കിൽ, നമ്മൾ വെയിലേൽക്കാതെ തണലത്ത് നിൽക്കണമെങ്കിൽ, നമ്മൾ നാളെയും ഹിന്ദുവും മുസൽമാനും ക്രൈസ്തവനും മതമുള്ളവനും ഇല്ലാത്തവനും ഒരുമയോടെ ജീവിക്കുന്ന കേരളം, ഇന്ത്യ ബാക്കിയാവണമെങ്കിൽ, മതനിരപേക്ഷ ഇന്ത്യയെ കരുത്തോടെ സംരക്ഷിക്കാൻ ഈ കേരളത്തിലെ ഇടതുപക്ഷത്തിന് കരുത്താവണം.